ഇത് നമ്മൾ ഒരു ചായ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബണ്ണാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ബണ്ണ് ഉണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ഓവനിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ടെടുക്കും, അല്ലെങ്കിൽ ഓയിലിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കും. പക്ഷേ ഇന്ന് നമ്മൾ ബണ്ണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഈ ബണ്ണ് അതിൻ്റെ ഉള്ളിൽ മിക്സിംഗ് ഒക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ ഓയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഇതേപോലെ ചെയ്യുമ്പോൾ ബണ്ണിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിൽ കുടിക്കാണ്ട് ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നൊക്കെ സമയങ്ങളിൽ തന്നെ നമ്മുടെ ബണ്ണ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കണം. അപ്പം ഞാനിവിടെ 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇപ്പോൾ നിങ്ങൾക്ക് തീരെ മധുരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഈ പഞ്ചസാരയും ഈസ്റ്റും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിടുക. നല്ല ചൂടുള്ള വെള്ളം ചേർക്കരുത്. ഇത്രയ്ക്ക് വെള്ളം എടുത്താൽ മതി, 1/2 ഗ്ലാസ് വെള്ളം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൈദപ്പൊടി കുഴച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇളം ചൂടുള്ള വെള്ളം വേറെ സെപ്പറേറ്റ് ചേർക്കാം. കാരണം നിങ്ങളെങ്ങാനും ഇതേപോലെ ഈസ്റ്റ് കലക്കുമ്പോൾ കൂടുതൽ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫുള്ള് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്താൽ മതി. മൈദപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ നല്ല കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ ബണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കലക്കി വെച്ചേക്കണ നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഈ മൈദയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഇളം ചൂടുള്ള വെള്ളം ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ചേർക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബണ്ണ് അത്രയ്ക്ക് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. നമ്മുടെ കൈമ നോക്കിയാൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. അതേപോലെ വേണം നമ്മൾ കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു കറക്റ്റ് പാകമാണ്. നോക്കിക്കേ, ഭയങ്കര ടൈറ്റായിട്ടല്ല ഇരിക്കുന്നത്, കണ്ട കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ കൈമയ്ക്ക് പിടിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് കൈമ പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചിട്ടെടുക്കാം. നോക്കിക്കേ, ഇത് ഞാനിത് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ കൈമ ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ പൊടി വെതറി കൊടുത്തിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. പിന്നെ ഭയങ്കരമായിട്ട് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം, ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചറിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് തന്നെ വയ്ക്കാം കേട്ടോ, റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുക. നാട്ടിലെ വെതറിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. തണുപ്പുള്ള സ്ഥലത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക. തണുപ്പുള്ള സ്ഥലത്ത് വെച്ചാലും ഇത് റെഡിയായിട്ട് വരും, പക്ഷേ സമയം കുറച്ച് കൂടുതലെടുക്കും. അപ്പോൾ ഇനി ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തുറന്ന് വയ്ക്കരുത്, മൂടി വയ്ക്കണം. അപ്പോൾ ഇനി നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ചിക്കൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഞാനിവിടെ ഒരു 4 വലിയ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തത്. പിന്നെ ഒരു സവോളയുടെ പകുതി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇത് 3 കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതെല്ലാവരും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടാണ് മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഒരു 1/4 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കണില്ല, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് ചേർക്കാം. ഇതെല്ലാവരും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് ചേർക്കുന്നത്. നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആണ് ചേർക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കോണും ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. കോണം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും.
നമുക്ക് കടയിൽ നിന്ന് ഫ്രോസൺ കോണായിട്ട് പാക്കറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല, അതാണ് ഞാൻ ചേർത്തത്. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കോണായിരുന്നാലും കുഴപ്പമില്ല. കോൺ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനിയിപ്പോൾ കോൺ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. കോൺ ചേർത്തില്ലെങ്കിൽ ചിക്കൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഫില്ലിങ് റെഡി ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിക്കുക. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്, ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ചേർക്കണ്ട, ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കാം. നമ്മൾ വളരെ ചെറിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കും. ഞാനൊരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന നമ്മുടെ മാവ് നോക്കിക്കുക, നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊന്തി വരണം കേട്ടോ. ഇനി കുറച്ച് മൈദപ്പൊടി ഒന്ന് വെതറിയിട്ട് നമുക്ക് ഇത് പുറത്തേക്ക് ഇടുക. ഈസ്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം വെക്കരുത് കേട്ടോ. കുറേ നേരം വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുളിച്ച് പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പൊന്തിയതൊക്കെ താഴത്തേക്ക് ഇരുന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതിലേക്ക് ഇതിടാം. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി ഇത് ഒരുപാട് ബലം കൊടുത്തിട്ട് കുഴച്ചിട്ടെടുക്കരുത്. ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കണ്ട ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു പ്രാവശ്യം കൊണ്ടും ചെയ്യാം. ഒരുപാട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളയാക്കിയിട്ടെടുക്കുക. ഇതേപോലെ ഉള്ളിലേക്ക് കൊണ്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്കിത് ഇതേപോലെ നീളത്തിലൊരു ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഓരോ ഉരുളയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇത്രയ്ക്കുള്ള ഉരുളയാക്കിയിട്ടെടുക്കും. ഇത് നമുക്ക് പതുക്കെ ഒന്ന് പരത്താം. അപ്പോഴും അടിയിൽ പിടിക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയൊന്നും ഇട്ട് കൊടുക്കുക. ഒരുപാട് പൊടി കൊണ്ട് ഇടണ്ട. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗം ഞാൻ അടിയിലേക്കാണ് വെച്ചത്. ഉള്ളിലേക്ക് നമ്മൾ കുഴിച്ച് വെച്ചിരുന്ന ഭാഗം മുകളിലേക്ക്. ഇതേപോലെ നമുക്കൊന്ന് പരത്താം. കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ഒന്ന് വലിക്കുക. നമുക്ക് പതുക്കെ ഇതേപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കണം. ഭയങ്കര കനം കുറച്ചിട്ട് ചപ്പാത്തിയുടെ പോലെ ഒന്നും പരത്തിയിട്ടെടുക്കണ്ട. ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ടെടുക്കുക. ഒന്ന് താഴെ വെച്ചിട്ട് പരത്താതെ അതിൻ്റെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട ഇനി നമുക്കിത് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ടെടുക്കുക. പക്ഷെ കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ആക്കുന്നതിനേക്കാളും നല്ലത് കുഴിയുള്ള അരിപ്പ ഉണ്ടല്ലോ, ഈ അരിപ്പയ്ക്ക് അത്യാവശ്യം നല്ല കുഴിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാനായിരുന്നാലും നല്ല എളുപ്പമായിരിക്കും. അരിപ്പയുടെ ഇത്രയ്ക്കാണ്ട് നിന്നാൽ മതി. കുറേ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് വലുതാക്കി കൊണ്ടുപോകണ്ടേ. ഇതേപോലെ തന്നെ ഇരുന്നോട്ടെ. ഒരുപാട് ഉള്ളിലേക്ക് താണു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്തായാലും നമുക്ക് ഫില്ലിങ് അത്യാവശ്യം നന്നായിട്ട് വെക്കാനും കിട്ടും. കാരണം ഈ അരിപ്പയ്ക്ക് നല്ല കുഴിയുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഉൾഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് കുഴിഞ്ഞിരിക്കുകയും ചെയ്യും. ഇനി ഇത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ അതിങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് ഇതേപോലെ നമ്മളിങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ ഞെറിഞ്ഞ് സെൻറ്ററിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ അരിപ്പ താഴെ വെച്ചിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഈ നമ്മുടെ ഈ ഉള്ളിൽ ഈ ഫില്ലിങ് ഉണ്ടല്ലോ, ഈ ഫില്ലിങ്ങുമ്മ പിടിക്കാണ്ട് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിക്കുക. കണ്ട അപ്പോൾ അവിടെ ശരിക്കും ഇങ്ങനെ കൂടിയിരുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ക്ലോസ് ചെയ്യുക. അതിവിടെ നന്നായിട്ട് ക്ലോസ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കാണ്ട്. അതേപോലെ ഒന്ന് അടിപൊളിയാക്കി എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ആകാൻ വേണ്ടിയിട്ട് അരിപ്പയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. പുറത്തേക്ക് എടുക്കട്ടെ. അതിന് കമത്തമായിട്ട് വിട്ട് പോകണം. എന്നിട്ട് ഒന്നുകൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്നുകൂടി നല്ലൊരു ഷേപ്പ്, കുറച്ചും കൂടി നല്ലൊരു റൗണ്ടിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടെ.
നമ്മളിങ്ങനെ തിരിപ്പിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കണേ കണ്ട. പിന്നെ ഇത് നമ്മൾ വെക്കുമ്പോൾ കുറച്ച് പൊടി വെതറിയിട്ട് അതിൻ്റെ മുകളിൽ വേണ്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോൾ ഇത് അടിഭാഗം പിടിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി വെതറിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബന്നെല്ലാനും നമ്മൾ ഇതേപോലെ ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. തുറന്ന് വയ്ക്കേണ്ട, എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കാമെന്ന് പറയില്ലേ, അതേപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. നോക്കിയേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ വെറുതെ വെള്ളം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ബണ്ണിടാം. ഇത് നന്നായിട്ട് കൂട്ടി വെച്ചോ, കുറച്ച് വയ്ക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കും. നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് എടുക്കണ പോലെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടും റെഡിയാക്കിയിട്ട് എടുക്കാം. കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ തിരിച്ചിടാം. രണ്ടാമത്തെ ബന്നും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടിഭാഗമാണ് എടുക്കുന്നത്. ഈ നല്ല ഭാഗം അതിനെ എടുക്കാൻ പോണേലും മുമ്പ് രണ്ടാമത്തെ തിരിപ്പിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുക. അത് നമ്മൾ ഏത് സൈഡായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾ നോക്കിക്കേ. ഇപ്പോൾ ഇതെല്ലാവരും നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കേ, നന്നായിട്ട് ഇപ്പോൾ നമ്മൾ ബന്നുമ്മയ്ക്ക് നിറച്ചിങ്ങനെ റിങ്കിൾസ് പോലെ ഉണ്ടാവില്ലേ, അതേപോലെയൊക്കെ നിറച്ചിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. ചൂടാറിനേലും മുമ്പ് വറുത്തെടുത്തോ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ബന്ന് ഓരോന്നായിട്ടിടും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബന്നും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബന്ന്, നാലാമത്തെ ബന്നും റെഡിയാക്കി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓയിലൊക്കെ ആയിരുന്നാലും നോക്കി, ഓയിൽ ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ വേവിച്ചിട്ട് ഇത് നമ്മൾ ഓയിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കുമ്പോൾ ഒട്ടും ഓയിൽ കൂട്ടിക്കില്ല. ഞാൻ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ 4 ബന്നും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബന്നി ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാലും ബന്നി ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊന്തിയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കാമെന്ന് നോക്കാം. ഇനി അത് ഒരെണ്ണം ഇത് കുറച്ച് വലുതായിരുന്നു കേട്ടോ. ഇങ്ങനെ ആക്കി കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ബന്നിൻ്റെ പോലെയാവുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് നോക്കാം. ഉള്ളിൽ ശരിക്കും നമുക്ക് വെന്ത് കിട്ടും. കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ടല്ലേ നമ്മൾ വറുത്തിട്ട് എടുക്കുന്നത്. ഇതോടെ ഇരിക്കട്ടെ. ഉള്ളിലായിരുന്നാലും നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. റെഡി ആക്കിയിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. സാധാരണ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ചെയ്യാറില്ലല്ലോ. പക്ഷേ നിങ്ങൾ ഇതേപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് റെഡി ആക്കിയിട്ട് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ബന്ന് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിൽ ഈ കറിയും കൂടിയിട്ടാണ് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് പറയാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസും കൂടിയിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ചീസ് ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതലും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണം. സെയിം ബന്നീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടായിരിക്കണം.